ഈ കേസിലെ 1 മുതൽ 6 വരെ പ്രതികൾ ഉന്നയിച്ച അവർക്കെതിരെ ആരോപിച്ച എല്ലാ കുറ്റകൃത്യങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെന്നും അവർ അതിലെ കുറ്റവാളികളാണെന്നും അവർക്കെതിരെ കുറ്റം തെളിഞ്ഞിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട വിചാരണ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് എന്ത് ശിക്ഷ നൽകണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനുവേണ്ടിയാണ് ഈ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കപ്പെടുന്ന 1 മുതൽ 6 വരെ പ്രതികളും 8-ാം പ്രതിയുമാണ്. 8-ാം പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് 8/12 അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. ഈ 1 മുതൽ 6 വരെ പ്രതികൾക്കും 8-ാം പ്രതിക്കും എതിരെ ശക്തമായി ഗൂഢാലോചനയ്ക്കുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ തന്നെ പ്രോസിക്യൂഷൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് 8-ാം പ്രതിയെ ഈ കേസിൽ നിന്ന് വിട്ടുപോയതെന്ന് വിധി പരിശോധിച്ചാൽ മാത്രമേ പറയാൻ. വിധി വിശദമായി പരിശോധിച്ചതിന് ശേഷം ആ തെളിവുകൾക്ക് എന്ത് അപാകതകളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി മേൽ നടപടികൾ പ്രോസിക്യൂഷൻ സ്വീകരിക്കും. ഈ പ്രോസിക്യൂഷന് വേണ്ടി അതിശക്തമായ പിന്തുണ നൽകിയ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രോസിക്യൂഷൻ അധികാരികൾക്കും ഈ കേസിൻ്റെ കണ്ണും കാതും നാവുമായി എന്നും നിന്ന മീഡിയയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. കുറ്റക്കാരനെ കണ്ടെത്തിയ 6 പ്രതികൾക്കും ജീവപര്യന്തം വേണമെന്നതാണല്ലോ പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്താണ് പ്രതീക്ഷ? ഇതിലെ പ്രധാന ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ള, അതായത് പറഞ്ഞിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത് 376T ആയ കൂട്ടബലാത്സംഗമാണ്. അതിന് ഗൂഢാലോചന നടത്തിയതിനും അതേ ശിക്ഷ തന്നെയാണ് നിയമം പ്രഖ്യാപിക്കുന്നത്. അതുമാത്രവുമല്ല, 2 മുതൽ പ്രതികൾ 1-ാം പ്രതിയെ അബറ്റ് ചെയ്ത് ഇത് ചെയ്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വകുപ്പ് അനുസരിച്ചും ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. അങ്ങനെ 3 ജീവപര്യന്തം ശിക്ഷ ഈ കേസിൽ വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. മിനിമം 20 വർഷമെങ്കിലും 376Dക്ക് ശിക്ഷ നൽകണമെന്നാണ് നിയമപുസ്തകത്തിൽ പറയുന്നത്, ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നത്. അതുകൊണ്ട് മിനിമം 20 വർഷം എങ്കിലും ശിക്ഷിക്കാതെ ഈ പ്രതികളെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ആവശ്യം അതിഹീനമായ ഈ കുറ്റകൃത്യം ഒരു സ്ത്രീക്കെതിരെ ഇത്രയും വൈകൃതമായ രീതിയിൽ, ഇത്രയും പൈശാചികമായ രീതിയിൽ ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കൊണ്ട് നിയമത്തിൽ അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് നൽകണമെന്ന് ശക്തിയുക്തം പ്രോസിക്യൂഷൻ വാദിക്കും. അത് വിധിന്യായം പരിശോധിച്ച തീർച്ചയായിട്ടും അപ്പീൽ പോകും എന്ന വിവരം ബഹുമാനപ്പെട്ട സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിധിന്യായം കിട്ടിയാൽ മാത്രമേ അതിനുള്ള മേൽ നടപടികൾ സ്വീകരിക്കാനുള്ളൂ. എത്രയും വേഗം ഇതിൻ്റെ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം.